ഗൈസ്, പലരുടെയും ഇപ്പോൾ ഉള്ളൊരു സംശയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതകളുണ്ടോ എന്നുള്ളത്. നമുക്കറിയാമല്ലോ, 18 മത്സരങ്ങളിൽ നിന്ന് 21 പോയിൻറ്റോടെ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നിൽക്കുന്നത്. സോ സാധ്യതകളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 6 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് മാക്സിമം 18 പോയിൻറ്റ് വരെ നേടാം. 18 പോയിൻറ്റ് നേടിക്കഴിഞ്ഞാൽ 39 പോയിൻറ്റ് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കളിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, 18 മത്സരങ്ങളിൽ നിന്ന് 21 പോയിൻറ്റ് നേടിയിട്ടുള്ളൊരു ടീം അവശേഷിക്കുന്ന 6 മത്സരങ്ങളിൽ 18 പോയിൻറ്റ് സ്വന്തമാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു കടന്ന ചിന്തയല്ലേ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ മത്സരങ്ങളൊക്കെ വിജയിക്കുക അല്ലെങ്കിൽ മാക്സിമം പോയിൻറ്റുകൾ നേടുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ടീമുകളുടെ കൂടി കാര്യങ്ങൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആദ്യ 4 സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകൾ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചൊരു സാഹചര്യം തന്നെയാണുള്ളത്. അതിന് താഴോട്ടുള്ള ടീമുകളാണ് ബ്ലാസ്റ്റേഴ്സിനൊക്കെ ചലഞ്ച് ചെയ്യുന്ന ടീമുകൾ. അതായത് 4 ടീമുകൾ, ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പേര് നമുക്കതിൽ പറയാം. 5ാം സ്ഥാനത്താണ് നിലവിൽ അവർ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. 17 മത്സരങ്ങളിൽ നിന്ന് 25 പോയിൻ്റാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. എന്നാൽ 4 പോയിൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ലീഡ് അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതിന് താഴെ നിൽക്കുന്നത് ഒഡീഷ എഫ് സി ആണ്. അവർ ഒരു മത്സരം കുറച്ച് കളിച്ചിട്ടും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 3 പോയിൻറ്റ് ഒരു ലീഡുണ്ട്. അതിന് താഴെ നിൽക്കുന്നത് മുംബൈ സിറ്റി എഫ് സി 2 മത്സരം കുറച്ച് കളിച്ചിട്ടുണ്ട്, എന്നിട്ടും അവർക്ക് 3 പോയിൻറ്റിൻ്റെ ഒരു ലീഡ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിന് താഴെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് താഴെയാണ് പഞ്ചാബ് എഫ് സിയുടെ സ്ഥാനം. പക്ഷേ അവർ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 3 മത്സരങ്ങൾ കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. എന്നാൽ 1 പോയിൻറ്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കുറവുള്ളത് എന്നുള്ളത്. സോ ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ 6 മത്സരങ്ങളിൽ അവശേഷിക്കുന്നതിൽ ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇപ്പോൾ ഇതിൽ നിന്നൊരു മാക്സിമം പോയിൻറ്റ്സ് നേടിയെടുത്തു കഴിഞ്ഞാലും ഈ ടീമുകളുടെയൊക്കെ അവസ്ഥ അല്ല, അവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിലവിൽ പ്ലേ ഓഫ് സാധ്യതയുള്ളൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഒപ്പോണൻസ് ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കും. ഇപ്പോൾ അടുത്ത മത്സരം വരുന്നത് ചെന്നൈയിൻ എഫ് സി ആണ്. മാനേജബിൾ ആയിട്ടുള്ള ഒരു ഒപ്പോണൻ്റ് ആണ്. എന്നാൽ അതിനുശേഷമുള്ള 3 മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതാണ്. മോഹൻ ബഗാൻ, എഫ് സി ഗോവ, ജംഷഡ്പൂർ എഫ് സി, അതായത് ഷീൽഡ് റേസിലുള്ള 3 ടീമുകളാണ് നേരിടേണ്ടത്. അതിനുശേഷം മുംബൈ സിറ്റി എഫ് സിയോടും കളിക്കണം. ഏറ്റവും ഒടുവിൽ ഹൈദരാബാദ് എഫ് സിയോടുള്ളൊരു മത്സരമാണ് കളിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള 6 ടീമുകൾക്കെതിരെ കളിച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ മാക്സിമം പോയിൻറ്റ്സ് നേടേണ്ടത് എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇതിൽ 3 ഹോം മാച്ചസും 3 എവേ മാച്ചസുമാണ്. ഇതിൽ ഹോം മാച്ചസ് നമുക്ക് ഫേവറബിൾ ആകുമോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാലും അതിൽ തന്നെയാണ് ഏറ്റവും ടഫ് മാച്ചസ് വരുന്നത് എന്നുള്ളതാണ്. മോഹൻ ബഗാനെതിരെയും ജംഷഡ്പൂർ എഫ് സിക്കെതിരെയും മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുമാണ് ഈ ഹോം മാച്ചസ് കളിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാണെങ്കിലും കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ നമ്മൾ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിച്ചൊന്നും നോക്കേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. മാത്രമല്ല ആ ഒരു വിന്നിങ് മൊമെൻറ്റം അത് നല്ലൊരു ബൂസ്റ്റും കൊടുത്തേനെ. പക്ഷേ ആ ഒരു നിർണായകമായിട്ടുള്ള 3 പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് പ്ലേ ഓഫ് സാധ്യതകൾ നഷ്ടമായി എന്നുള്ളൊരു കാര്യം കൂടി ആ ഒരു തോൽവിയിൽ നിന്ന് നമുക്ക് കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സാധ്യത, ഒരു ശതമാനക്കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു 10% സാധ്യത മാത്രമാണ് ഈ പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നേറാനുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് കമ്പോസ് ചെയ്യാൻ ഒരു സെനിയ